അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഈ പോഡിയത്തിൽ ഞാൻ വരുന്നതിൻ്റെ മുമ്പേ എഴുതി വെച്ച ഒരു കമൻറ്റ് വായിച്ചു തുടങ്ങാം. ടൈം ഓവർ. ഇപ്പോൾ ഇത് ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അല്പ സമയം സംസാരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളെ വിശ്വസിക്കുമെന്നറിയില്ല. രാവിലെ മുതൽ ഇത്രയും സമയം സാഗൂതം നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം കേട്ടു എന്നത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. ഒരുപാട് തവണ മേശമ്മക്കുട്ടി അല്ലേ കീപ് സൈലൻസ് പറഞ്ഞ് ഒന്ന് ശ്രദ്ധിക്കൂ മക്കളെ, നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന സെൻറ്റിമെൻറ്റ്സ് പറഞ്ഞ് നിങ്ങളെ ശ്രദ്ധയെ പിടിച്ചു പറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന ടീച്ചേഴ്സ് ഇതൊന്ന് കണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ഓല് ശരിക്കും അത്ഭുതപ്പെട്ടു പോകും. ഏതായിരുന്നാലും വലിയ സന്തോഷമുണ്ട് ഇത്രയും സമയം നിങ്ങൾ ഈ ഒരു സൗകര്യത്തിൽ ഇവിടെയുള്ള പരിമിതികളിലൊക്കെ ഇതിൻ്റെ ഷെഡ്യൂളിൻ്റെ കൂടെ മുന്നോട്ട് പോയി എന്നതിൽ. ഞാനിവിടെ എത്തിയിട്ട് കുറച്ച് നേരമായി. അപ്പോൾ എൻ്റെ മുന്നിൽ നമ്മളിങ്ങനെ ഈ എക്സിബിഷനൊക്കെ പോകുമ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ആ ഒരു ഫീലിംഗാണ് ഉണ്ടായിരുന്നത്. കാരണം കുറേ നേരം പുറത്തിങ്ങനെ നിന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് കയറ്റി വിടുന്നില്ല. ഇവിടെ ഉള്ള ആൾ ഇറങ്ങിയാലല്ലേ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. കാരണം നിങ്ങളൊന്ന് കാണുക എന്നുള്ള ആ ഒരു ആഗ്രഹം കൊണ്ട്. അപ്പോൾ ശരിക്കും മാഷാ അല്ലാഹ് ഏറ്റവും മനോഹരമായ നിലക്കാണ് നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിനെ നോക്കിക്കണ്ടിട്ടുള്ളത്. ഇത്രയും നേരം പുറത്തു നിന്ന് നോക്കിയിട്ട് ഒരു തവണയെങ്കിലും കീപ് സൈലൻസോ അല്ലെങ്കിൽ കുറച്ചാളുകൾ ഉറങ്ങുന്നുണ്ടെന്നോ ഒന്ന് ശ്രദ്ധിക്കൂന്നോ അങ്ങനെ ഒന്നും പറഞ്ഞത് കേട്ടില്ല. ഈ ദീനിനോട് ഇവിടെ പറയുന്ന വിഷയങ്ങളോട് നിങ്ങൾ കൊടുക്കുന്ന ഈ ഒരു ശ്രദ്ധയാണ് നമ്മുടെ വളർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. നമുക്കറിയാം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരും മുമ്പ് ഇസ്ലാമിനെ എതിർത്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് തന്നെയും അദ്ദേഹം പ്രവാചകന്റെ വാക്കുകൾ കേൾക്കാനും ശ്രദ്ധിക്കാനും ഒക്കെ ശ്രമിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് കൂടെയാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നത് എന്ന് പറയുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ ഈ ഏജിലുള്ള ആളുകൾ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ പല സാധനങ്ങളിലൊക്കെയാണ് ഉള്ളത്. അതുകൊണ്ട് നാട് ഇതിലെ പോകുന്നു എന്നറിയാത്ത ഒരു പ്ലാറ്റ്ഫോമിലായതുകൊണ്ട് കാര്യങ്ങൾ അറിയാനും പഠിക്കാനും നമുക്ക് അവസരങ്ങൾ ആ നിലക്ക് കുറവാണ്. എന്നാൽ ഓൺലൈനിൻ്റെ മറ്റു പ്ലാറ്റ്ഫോമുകളിൽ നിരവധി സാധനങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് റീൽസിൽ കാണാത്ത, ഷോർട്സിൽ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണാനും കേൾക്കാനും പഠിക്കാനുമൊക്കെ അവസരം ലഭിച്ചിരിക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് ചെറിയൊരു സ്പാർക്ക് മാത്രമാണ്. ഇനി ഇതിനെ ഊതി കത്തിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. പഠിക്കാനുള്ള അവസരങ്ങളെ ഇനിയും ഉപയോഗപ്പെടുത്താൻ നമ്മുടെ മുന്നിൽ മാർഗങ്ങൾ ഒരുപാടുണ്ട്. 24 hours വർക്ക് ചെയ്യുന്ന പീസ് റേഡിയോ ഉണ്ട്, നമ്മുടെ നിരവധി യൂട്യൂബ് ചാനലുകളുണ്ട്. അതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ ഒരു വിഷയത്തിലെ നോളജിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് നമ്മൾ ഉറപ്പിക്കണമെന്നതാണ് എനിക്ക് ഒന്നാമതായി ഓർമ്മപ്പെടുത്താനുള്ളത്. രണ്ടാമതായി, നാം ഇവിടെ കേട്ട കാര്യങ്ങൾ ഒരിക്കലും ഒരു ബിസിനസ് പർപ്പസിലല്ല നമ്മൾ ഈ പ്രോഗ്രാം നടത്തിയത്. നാട് നീളെ പിരിക്കാനിറങ്ങിയിട്ടാണ് നമുക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്താ ഇതിലുള്ള ഇൻകം എന്ന് ചോദിച്ചാൽ നല്ല ഒരു സൊസൈറ്റി വാർത്തെടുക്കപ്പെടണം എന്നതാണ് ഇതിലുള്ള ഒരു ഇൻകം. അല്ലാണ്ട് വേറെ ഒരു ഫിനാൻഷ്യൽ ഏണിംഗ് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ മാറ്റമാണ് ഈ ഒരു പ്രോഗ്രാം നമ്മളോട് ആവശ്യപ്പെടുന്നത്. എൻ്റെ ടോക്കിന് മുമ്പുള്ള ടോക്ക് കൺക്ലൂഡ് ചെയ്തതും മാറ്റം വേണം, വഫിറു ഇലല്ലാഹ്, അള്ളാഹിലേക്ക് കുതിച്ചോടണം എന്ന ആ ഒരു ഓർമ്മപ്പെടുത്തലിലൂടെയാണ് ഇവിടെ പ്രസംഗം അവസാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കേട്ട കാര്യങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ആകില്ല. ചില ആളുകൾക്ക് ചേഞ്ച് വരണം എന്ന് തോന്നിയ മേഖലകളുണ്ടാകും, കൂടുതൽ പഠിക്കണമെന്ന് തോന്നിയ മേഖലകളുണ്ടാകും. അത് നിങ്ങളൊരു പേപ്പറിൽ എഴുതിയെടുത്ത്
നമ്മുടെ മനസ്സിലെങ്കിലും എഴുതിയെടുത്ത് മാറ്റം ആവശ്യമായ ഇടങ്ങളിൽ മാറാൻ തയ്യാറാകണം എന്നാണ് പറയാനുള്ളത്. വലിയ വലിയ പോപ്പ് ഗായകന്മാരും നടീനടന്മാരുമൊക്കെ മ്യൂസിക്കിന്റെ സിനിമയുടെ ആനന്ദ ലോകത്ത് വിരാജിച്ച കാലഘട്ടം ഒഴിവാക്കി ഇസ്ലാമിന്റെ വെളിച്ചത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവർ പറയുന്നത് ഇപ്പോൾ വല്ലാത്തൊരു ഹാപ്പിനെസ് അനുഭവിക്കുന്നു എന്നുള്ളതാണ്. മാറ്റത്തിന് വലിയ സൗന്ദര്യമുണ്ട്. മഞ്ചേരി ടൗണിൽ കഷണ്ടി മാറ്റിക്കൊടുക്കുന്നൊരു ഷോപ്പുണ്ട്. എന്തേലും പറയാം, ഷോപ്പ് എന്നാണോ ക്ലിനിക്ക് എന്നാണോ എന്തും പറയാം, നിങ്ങൾ എന്താ വെച്ചാൽ പറഞ്ഞോളി. അതിൻ്റെ പരസ്യമാണത്. മാറ്റത്തിന് നല്ല സൗന്ദര്യമുണ്ട്. അതായത് ഇതിങ്ങനെ കാണുന്നേക്കാളും ഭംഗിയായിരിക്കും മുടി ഇങ്ങനെ വെച്ച് മാറി വന്നാലുണ്ടാവുക. യഥാർത്ഥത്തിൽ അതൊരു പരസ്യത്തിൻ്റെ ക്യാപ്ഷനാണ് എങ്കിൽ പോലും ജീവിതത്തിൽ നമ്മളെ പല സാഹചര്യങ്ങൾ നമ്മുടെ വിവരമില്ലായ്മ, പൈശാചികമായിട്ടുള്ള ഉപദേശങ്ങൾ, പിന്നെ നമ്മുടെ കൂടെ കൂടിയ നമ്മുടെ ചങ്ക് ബ്രോസ് നമുക്ക് നന്മയാണെന്ന് കരുതി അല്ലെങ്കിൽ നമുക്ക് ഹാപ്പിനെസ് കിട്ടുമെന്ന് കരുതി അവർ നിർബന്ധിച്ച കാര്യങ്ങൾ നമ്മൾ സമ്മതിച്ച് അവരുടെ കൂടെ കൂടിയത് കാരണത്താലൊക്കെ പല സ്വഭാവങ്ങൾ നമ്മൾ ആർജിച്ചെടുത്തിട്ടുണ്ട്. പലതും വെറുപ്പിക്കുന്ന സ്വഭാവമാണ്. നമ്മൾ സമ്മതിച്ചില്ലെങ്കിലും നിങ്ങൾ വളരെ ശാന്തമായി ഒരാൾ ചോദിച്ചാൽ ചിലപ്പോൾ അവർ സമ്മതിച്ചു എന്ന് വന്നേക്കാം. നമ്മുടെ മാതാപിതാക്കൾ ഒരുപാട് നമ്മളെ കൊണ്ട് വെറുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എനിക്കൊരു സുഹൃത്ത് 8 മിനിറ്റ് ഓഡിയോ അയച്ചു തന്നു. ഒരു കുട്ടി ഉമ്മയായിട്ട് കച്ചറ കൂടുന്ന ഓഡിയോ ആണ്. ഒരു കുട്ടി ഉമ്മയായിട്ട് കച്ചറ കൂടുന്ന ഓഡിയോ ആണത്. അപ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ ചേഞ്ചസ്, നമ്മുടെ പിന്നെ ഹാബിറ്റ്സിൽ ചേഞ്ചസ്, നമ്മുടെ എൻജോയ്മെന്റും എന്റർടൈൻമെന്റും തീരുമാനിക്കുന്നിടത്ത് ചേഞ്ചസ്. ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, നമ്മളാരും മറ്റുള്ളവരുടെ അടിമയാകുന്നില്ല എന്ന് ഉറപ്പിക്കുക. അള്ളാന്റെ മാത്രം അടിമയാകാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഏതെങ്കിലും യൂട്യൂബറുടെ, ഏതെങ്കിലും സിനിമാ നടന്റെ, അതുപോലെ തന്നെയുള്ള ചിത്രീകരണങ്ങളുടെ ചേഞ്ചസിനനുസരിച്ച് നമ്മുടെ ലൈഫും അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യാനും, 2 സിനിമാ ഡയലോഗ് പറഞ്ഞാൽ ഞാനൊക്കെ ആരോ ആയി എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ആ തഗ്ഗടിച്ച് നടക്കാനൊക്കെ ഉള്ളൊരു മൈൻഡ് നമ്മൾ മാറ്റിയെടുക്കണം. നമ്മൾ വളരെ കുറച്ച് കാലമാണ് ഇവിടെ ജീവിക്കുന്നത്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ നന്നാവും. ഓള് പെട്ടെന്ന് മരിച്ചടി, എന്തായാലേ നമ്മളൊരു അവസ്ഥ, നമുക്ക് നമ്മുടെ ഡ്രസ്സൊക്കെ നന്നാക്കുക, നമുക്ക് അഫെയറൊക്കെ ഒഴിവാക്കുക, നമുക്ക് നല്ല കുട്ടികളായി ജീവിക്കുക എന്ന് അവർ തീരുമാനിക്കും. നമ്മുടെ നമ്പർ മാത്രമുള്ള ഗ്രൂപ്പിലായിരിക്കും ആ ഡിസ്കഷൻ നടക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ടൈം എന്ന് പറയുന്നത് വളരെ ഷോർട്ട് പീരീഡാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. അതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏജാണ് ഇപ്പോൾ. ഈ ഗ്ലാമർ കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. നമ്മുടെ ഉമ്മമാരും ചിലപ്പോൾ നമ്മളെക്കാളും ഗ്ലാമർ ഉണ്ടായിട്ടുണ്ടാവും, നമ്മളെക്കാളും ഷേപ്പ് ഉണ്ടായിട്ടുണ്ടാവും, നമ്മളെക്കാളും ചെക്കന്മാർ വളഞ്ഞിട്ട് പിടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും. ജസ്റ്റ് ചോദിച്ചു നോക്കണ്ടി വീട്ടിൽ പോയിട്ട് നമ്മളാണ് ഭയങ്കര ഗ്ലാമർ എന്നൊക്കെ ഉമ്മാനെ നോക്കിയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഉമ്മതിനേക്കാൾ ഗ്ലാമർ ഉണ്ടായിട്ട്, കാരണം ഉമ്മാൻ്റെ പ്രൊഡക്ഷനാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ എങ്ങനെ മങ്ങിപ്പോയി, ഏജ് മുന്നോട്ട് പോകുമ്പോൾ കോലൊക്കെ മാറും, തൊള്ളിയിലെ പല്ലൊക്കെ പോയിട്ട് മാറി കുട്ടികൾ നമ്മളെ നോക്കിയിട്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഇതിങ്ങനെ മാറി മറിയണതിനനുസരിച്ച് ലെവല് മാറും, നമ്മുടെ തിങ്കിങ് മാറും, നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ മാറി മറിയും. ലൈഫ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പൊ തോന്നുന്ന കാര്യം അല്ലേ, ഇതാണ് ലൈഫ് എന്ന് നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, മനസ്സിലായില്ലേ? വൈബ് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. എന്തായാലും വേണ്ടില്ല, അത് കുറച്ച് സോഡയിൽ കുറച്ച് ആസിഡ് ഒഴിച്ചു കൊടുത്താലും ഇത് വേറെ വൈബാണ് എന്ന് പറയുന്ന ഒരു പുതിയ ഒരു വൈബിന്റെ അർത്ഥമറിയാത്ത കുറെ വൈബിന്റെ പിന്നാലെ പോകുന്ന കുറെ ആൾക്കാരുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലൈഫ് അത് വൈബാവണ എപ്പോഴറിയോ, നമ്മൾ ലൈഫ് എന്തിനാന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൻ്റെ ഇൻറ്റൻഷൻ മനസ്സിലാക്കി നമ്മളോട് ചെയ്യേണ്ട കടപ്പാട് പൂർത്തീകരിച്ച് നമ്മുടെ പാരൻസിന് കൊടുക്കേണ്ടത് കൊടുത്ത് നമ്മുടെ സൊസൈറ്റിക്ക് കൊടുക്കേണ്ടത് കൊടുത്ത് നമ്മൾ ഇവിടെ നിന്ന് നല്ലൊരു മനുഷ്യനായി മരിച്ചു പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ലൈഫിലെ ഏറ്റവും വലിയ വൈബ് ഉണ്ടാവുന്നത്. ഏറ്റവും നല്ല വൈബ് സ്വർഗ്ഗമാണ്, മനസ്സിലായി? അതുകൊണ്ട് ആ സ്വർഗത്തിൽ അള്ളാഹ് വന്നിട്ട് ചോദിക്കും, നിങ്ങൾ ഹാപ്പിയാണോ? അപ്പൊ നമ്മളിപ്പോൾ ചോദിച്ചാൽ എന്താണ്, ഹാപ്പിയാണോ? ഫലസ്തീന് കുട്ടികൾ കൊല ചെയ്യപ്പെടുന്നു, എന്നാലും ഞാൻ ഹാപ്പിയാണ് അല്ലേ? എൻ്റെ ഉമ്മക്ക് ക്യാൻസറാണ്, എന്നാലും ഞാൻ ഹാപ്പിയാണ്. പരീക്ഷയ്ക്ക് മാർക്ക് 2 പൊട്ടി, എന്നാലും ഞാൻ ഹാപ്പിയാണ്. അത് ഹാപ്പിയല്ല, മാനസിക രോഗമാണ്. അപ്പൊ നമ്മൾ ഇവിടെ എങ്ങനെ വൈബാക്കാൻ നോക്കിയാലും ഇതൊരു ലിമിറ്റഡ് വേൾഡാണ്, ഇതൊരു ലിമിറ്റഡ് വേൾഡാണ്, മനസ്സിലായില്ലേ? അപ്പൊ നമ്മളെ ധൈര്യം എന്നൊക്കെ പറഞ്ഞ ഒരു പട്ടിനെ കണ്ടാൽ തീരുന്ന ധൈര്യമുള്ളൂ അല്ലേ? എത്ര സൈലന്റ് ആയിട്ട് ശാന്തമായിട്ട് അടക്കത്തിൽ ഒതുക്കത്തിൽ പേടിച്ചിട്ടാണ് നമ്മളതിനെ ക്രോസ് ചെയ്ത് പോവുക. ഇത്ര ധൈര്യമുള്ളൂ നമുക്കൊക്കെ അല്ലേ? ഒരു കൂറാച്ചിനെ കണ്ടാൽ നമ്മുടെ ധൈര്യം തീർന്ന്,
അപ്പൊ പിന്നെ ഇവിടെ വൈബ്, ഇവിടെ ഭയങ്കര സൂപ്പർ, ഭയങ്കര സംഭവം ഒന്നും പറയാൻ മാത്രം ഇവിടെ ഒന്നുമില്ല. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമാണ്. ഏജിലെ ഏറ്റവും നല്ലൊരു സമയമാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചാൽ, ഇപ്പോൾ നമ്മൾ നല്ലവരായാൽ, ഇപ്പോൾ നല്ല ശീലങ്ങൾ നമ്മൾ കെട്ടിപ്പടുത്താൽ, ഭാവിയിൽ നമുക്ക് ഏറ്റവും നല്ലൊരു ബെറ്റർ ഫ്യൂച്ചർ നമുക്ക് ഉണ്ടാക്കാം എന്നതാണ് ഈ ഒരു ഏജിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് മക്കളെ, നമ്മളോട് പലരും പലതും തീർത്തും, അത് ദേഷ്യം കൊണ്ടല്ല. നിങ്ങളോട് ഇപ്പോൾ ദേഷ്യപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ? ദേഷ്യമാണെങ്കിൽ ഇപ്പോൾ ഈ ചോറും ഈ AC ഈ ഫാനും അല്ലേ സൗകര്യങ്ങളൊന്നും തരില്ലല്ലോ. കൊട്ടം വെയിലത്ത് കൊണ്ടിട്ട് നിങ്ങളോട് പ്രസംഗിക്കരുത്. അപ്പോൾ നിങ്ങളുള്ള ഇഷ്ടം കൊണ്ടാണ് സത്യത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് അവതരണങ്ങൾ കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുള്ളത്. അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി, നമുക്ക് കോമൺ സെൻസ് ഉണ്ടല്ലോ, ഉണ്ട്. അപ്പോൾ ഈ കോമൺ സെൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പറയണത് ഉയരത്തുനിന്ന് വീണാൽ ഊര ഒടിയും, അല്ലെങ്കിൽ നെട്ടലിന് ക്ഷതം ബാധിക്കും എന്നൊക്കെ പറയുന്നത് കോമൺ സെൻസ് യൂസ് ചെയ്തുകൊണ്ടാണ്. അല്ലാതെ ഞാനൊന്ന് ചാടി നോക്കട്ടെ ശരിക്കും ഒടിയോ എന്നുള്ളത്. ചാടിയവരതൊക്കെ ഒടിഞ്ഞിട്ടുണ്ട്, പക്ഷേ ഒടിയാത്തവരുണ്ടാവുമല്ലോ, എന്നാലും ഞാനൊന്ന് നോക്കട്ടെ എൻ്റെത് ഒടിയോ എന്നുള്ളത്. എൻ്റെത് എല്ലാവരും പോലെ ആയിക്കോണമെന്നില്ല എന്ന് വിചാരിച്ച് ഞാൻ ചാടി നോക്കണോ? കോമൺ സെൻസാണ്. അപ്പം നമ്മൾ ഈ കേൾക്കുന്ന ലഹരിയാകട്ടെ മറ്റെന്താകട്ടെ, അതൊക്കെ ശരിക്കൊരു ഫേക്ക് ഹാപ്പിനെസ് ആണ് തരുന്നത്. ദാമ്പത്യ ജീവിതത്തിന് അതിനേക്കാൾ ഹാപ്പിനെസ് ഉണ്ട്. നിങ്ങളുടെ പെണ്ണുങ്ങളോട് പോയി ചോദിച്ചു നോക്കി, അത് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട് അതിന്. മനസ്സിലായില്ലേ? നമ്മൾ ഈ പറയുന്നതിനേക്കാൾ ഏറ്റവും നല്ല ഹാപ്പിനെസ് ഉണ്ട്. പിന്നെ ചെക്കന്മാര് നമ്മളെ പിന്നാലെ നടക്കും. അതിപ്പോ നമ്മളെ സൗന്ദര്യം കൊണ്ടൊന്നല്ല. അതിപ്പോ ഓന് അഡോളസെൻസിലെത്തുമ്പോൾ ഓന് ഒരു ഓപ്പോസിറ്റ് സെക്സിനോട് അട്രാക്ഷൻ തോന്നും. അപ്പോൾ ഓന് ഒരുത്തിനോട് ചോദിക്കും. ഇപ്പോൾ ഒരു കുട്ടിനെ കുറിച്ച് പറഞ്ഞു, ഓളോട് പോയി ചോദിച്ചു നിനക്ക് എന്നെ ഇഷ്ടമാണോ ചോദിച്ചു. അല്ല പറഞ്ഞു. താങ്ക് യു പറഞ്ഞു. അടുത്ത ആളടുത്ത് പോയി ചോദിച്ചു നിനക്ക് എന്നെ ഇഷ്ടമാണോ ചോദിച്ചു. അല്ല പറഞ്ഞു. താങ്ക് യു പറഞ്ഞു. അത്ര വിശാല ഹൃദയനാണ്. ആരാണോ സ്വീകരിക്കുന്നത് അവർക്ക് ഞാൻ എന്നെ സംഭാവന ചെയ്യാൻ റെഡിയാണ്. അത്ര ഉള്ളൂ ഇതൊക്കെ. അല്ല there is nothing. മനസ്സിലായില്ലേ? ഈ സന്തോഷവും ഈ പഞ്ചാരയും ഈ വാക്കും ഈ മധുരൊന്നും നിങ്ങളെങ്ങനെ പോറ്റി കൊണ്ടടന്ന് താരാട്ട് പാട്ടുപാടി ഞമ്മക്കൊന്നും അന്തല്ലേ? അപ്പോൾ കുറച്ചൊക്കെ യൂസ് ലിറ്റിൽ കോമൺ സെൻസ് ആൻഡ് തിങ്ക് അബൌട്ട് ദിസ്. ഓക്കെ, നമ്മുടെ ആ ഒരു തിങ്കിങ് കപ്പാസിറ്റി നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ എല്ലാതും സോൾവ് ആവും. എന്താ ഡ്രഗ്സ്? ചിന്തിച്ചറിയലോ? അപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ ചിന്തിച്ച് ശരിയുടെ പക്ഷം കൂടിയാൽ നമുക്ക് ഏറ്റവും നല്ല ഒരു ഭാവി ഉണ്ടാവും. ഇല്ലെങ്കിൽ കുറേ ആൾക്കാർക്ക് ഭാവി കൊടുത്ത് നമ്മളെ ഭാവി നായ നക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് നമ്മുടെ ടൈമാണ്, നമ്മുടെ ലൈഫാണ്. ആർക്കെങ്കിലും വേണ്ടി ഹോമിക്കാനുള്ളതല്ല. ഏതെങ്കിലും നരമ്പ് രോഗിക്ക് ഇതാ ഞാൻ എന്നെ നിനക്ക് തരികയാണ് ജന്തച്ച ചെയ്തോ എന്ന് പറഞ്ഞ് ഓന് സംഭാവന കൊടുക്കാനുള്ളതല്ല. ഉത്തരവാദിത്വത്തോടു കൂടെ വീട്ടിൽ വന്ന് പാരന്റിനോട് ചോദിച്ച് നിങ്ങളെ മകളെ പൊന്നുപോലെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് പാരൻസിന്റെ ഒത്താശയോടുകൂടെ കൈപിടിച്ച് ഏറ്റെടുത്ത് പോകുന്നവന് കൊടുക്കാനുള്ളതാണ് നമ്മുടെ ഈ ബോഡി. മനസ്സിലായോ? മോതിരത്തിന് ഭയങ്കര വിലയല്ലേ? കാതത്തീനോ കൗത്തത്തീനോ? പക്ഷെ ഈ ശരീരം മാത്രം നമ്മൾ ആർക്കും അല്ലേ ഐ ലവ് യു അറിയണോട് ഐ ലവ് യു അറിഞ്ഞോട് പോയി കൊടുക്കാനുള്ള അത്ര വിലയുള്ളൂ. അതിന് ഒറ്റ വാക്കിൻ്റെ വിലയുള്ളൂ. മനസ്സിലായല്ലേ? അത് കുറച്ച് അന്തണ്ടെങ്കിൽ നിങ്ങളൊക്കെ വേഗം ചാടിച്ചാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങളെ നോക്കിക്കാണുക എന്നുള്ളത് പറയാനുള്ളത്. ഇനിയിപ്പോൾ ഇത്രയൊക്കെ കേട്ടിട്ടും ആർക്കെങ്കിലൊക്കെ എന്തായാലും ഇപ്പം ഞാൻ പോകാനായിട്ട് പിരിയില്ല എന്നൊക്കെ തോന്നുന്നുണ്ടേ അങ്ങനെ പൊയ്ക്കോ. അവസാനം എന്താ സംഭവിക്കണം ചെന്ന് പറയേണ്ടി കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് വന്നിട്ട് അപ്പോൾ അതിനൊരു സുഖം ഉണ്ടാവും. ഏത്? ഈ പ്രയാസങ്ങൾ അനുഭവിക്കുന്നതിനൊരു സുഖമുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക? വളരെ ഗൗരവത്തിൽ കാണുക. നമ്മൾ മറ്റുള്ളവർക്ക് ബലിയാടുകളാകാതിരിക്കുക. ഇവിടെ കേട്ട കാര്യങ്ങൾ, നമ്മുടെ വിശ്വാസം, നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ ആചാരങ്ങൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. അള്ളാൻ്റെ മാർഗം സ്വീകരിക്കുക. നേരത്തെ പറഞ്ഞല്ലോ പടച്ചോനാണ് എല്ലാം സ്ട്രക്ചർ ചെയ്തതെന്ന്. നമ്മളെല്ലാം തീരുമാനിച്ച് പടച്ചോനാണ് പറഞ്ഞല്ലോ. ആ പടച്ചോൻ്റെ മാർഗം സ്വീകരിക്കുമ്പോൾ അള്ളാൻ്റെ ബർക്കത്തുണ്ടാകും, ജീവിതത്തിൽ വിജയം ഉണ്ടാകും, സഹായം ഉണ്ടാകും, നമുക്ക് രക്ഷയും സമാധാന സന്തോഷവും ഉണ്ടാവും. അല്ലാത്ത വഴിയൊക്കെ ശൈത്താൻ്റെ വഴിയാണ്. ശൈത്താൻ നമ്മളെ ഉമ്മാനോട് ഉപ്പാനോട് സ്വർഗത്ത് പറഞ്ഞാൽ എന്താ അറിയോ? നിങ്ങളാ പഴം കഴിച്ചോളി, നിങ്ങൾക്ക് എന്നും കിടക്കാം. തിന്ന ഉടനെ അല്ല പറഞ്ഞ എന്താ അറിയോ? കുല്ലഹ്ബിതു മിൻഹ ജമിയ, ഗെറ്റ് ഔട്ട്. വാട്ട് എ അമേസിങ് വർക്ക് ഓഫ് ശൈത്താൻ അല്ലേ? ഇവിടെ ഒന്നും നിങ്ങൾക്ക് നിൽക്കാന്നാണ് ശൈത്താൻ പറഞ്ഞത് ആദമിനോടും ഹവ്വയോടും. അത് തിന്നു കഴിഞ്ഞപ്പോൾ അല്ല ചോദിച്ചു, തിന്നോ ചോദിച്ചു, തിന്നു പറഞ്ഞു. എന്നാ പോയി കൊളി പറഞ്ഞു.
ഈ സംഭവത്തിന്റെ കൺക്ലൂഷൻ വിശുദ്ധ ഖുർആൻ 7-ാം അധ്യായം സൂറത്ത് അറാഫിന്റെ 10 മുതൽ 27 വരെയുള്ള ആയത്തുകൾ പരിശോധിച്ചാൽ 27-ാമത്തെ ആയത്ത് എന്താ അറിയോ? യാ ബനി ആദമ ലാ യഫ്തിനന്നകും ശൈത്താൻ കമാ അഖ്റജ അബവൈകും മിനൽ ജന്നതി യൻസിഉ അൻഹുമാ ലിബാസഹുമാ ലിയുരീഹുമാ സൗആതിഹിമാ ഇന്നഹു യറാകും ഹുവ ഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും ഇന്നാ ജഅൽനാ ശയാത്തീന ഔലിയാഅ ലില്ലദീന ലാ യുഅ്മിനൂൻ. നിങ്ങളെ പിശാച് വഴി പിഴപ്പിക്കാതിരിക്കട്ടെ, നിങ്ങളെ ഉമ്മാനിപ്പാനും പിഴപ്പിച്ചതുപോലെ. മനസ്സിലായോ? അപ്പൊ അള്ളാനെ വിട്ട ഷെയ്ത്താനാണ് കൂടെ ഉണ്ടാവുക. ഷെയ്ത്താന്റെ പണി എന്താണ്? ആ എല്ലാതും ഇങ്ങനെ പ്ലാൻ വരച്ചു തരും, എന്നിട്ട് കൊണ്ടുപോയി ചാടിച്ചു. നമ്മൾ കൊണ്ടുപോയി വീണാൽ ഓൻ പറയും ബായ് ബായ്, കാണാം, സി യു. അല്ലേ? ഒരു പെൺകുട്ടി 2 ചെക്കന്മാരെ കൂടെ കൂടിയാണ്ട് ഒരു ഹോട്ടൽ ഉടമനെ വെട്ടി നുറുക്കി. എന്താ സംഭവിച്ചേ? കൊക്കയിൽ കൊണ്ടുപോയി എറിഞ്ഞു. വായിച്ചോ വാർത്ത? ഇൻസ്റ്റഗ്രാമിലുണ്ടാവില്ല, യൂട്യൂബിലുണ്ടാവുള്ളൂ. വായിച്ചിനോ? എന്താ സംഭവിച്ചത്? പണം, അയാളുടെ പണം തട്ടിയിട്ട് രാജകീയമായി ജീവിക്കാമെന്നായിരുന്നു ആ രാജകുമാരി വിചാരിച്ചത്. പക്ഷേ രാജകീയമായ സ്വീകരണം കേരള പോലീസ് കൊടുത്തു. മനസ്സിലായല്ലേ? ഷെയ്ത്താൻ കൊണ്ടുപോയിട്ട് ചാടിക്കും. പിന്നെ അവിടെ കിടന്ന് കരഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. ഓക്കെ? അപ്പൊ ആ ഒരു കാര്യം നമ്മൾ കറക്റ്റ് മനസ്സിലാക്കിയിട്ട് അള്ളാന്റെ ദീനിന്റെ മാർഗം സ്വീകരിക്കുക. അള്ളാനെ വിട്ടോ? ഖുർആൻ പറയാണ് വമൻ അറള അൻ ദിക്രി فإن له معيشة ضنكا ونحشره يوم القيامة أعمى. അള്ളാന്റെ ദീനിനെ നിങ്ങൾ വിട്ടോ കുടുസമായ ജീവിതം ഉണ്ടാവും. അതുകൊണ്ട് ഇന്നിവിടെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പഠിച്ചോനെ നല്ല ചിലക്ക് ജീവിക്കാനുള്ളൊരു തൗഫീക്ക് തരണേന്ന്. ഇവിടെ കേട്ട കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ എന്നെ നീ അനുഗ്രഹിക്കണേന്ന്. രണ്ടാമത് ചെയ്യേണ്ടത് എന്താ അറിയോ? പഠിക്കുക. ഖുർആനും സുന്നത്തും ദീനിനെ കുറിച്ച് പഠിക്കുക. ബാക്കി എല്ലാവരെ കുറിച്ച് നമുക്ക് അറിയാലോ. സിനിമാ നടൻ്റെ വല്യമ്മാൻ്റെ പേര് വരെ അറിയാം, അല്ലേ? അള്ളാൻ്റെ ദീന് പഠിക്കുക. മുസ്ലിമാന്ന് പറഞ്ഞാൽ ഐ എം എ മുസ്ലിം ബട്ട് ഐ എം നോട്ട് ഫോളോയിങ് ഇസ്ലാം. ഭയങ്കര പവറിൽ ആണ് പറയണേ. മനസ്സിലായില്ലേ? ഇതിപ്പോൾ മൈക്കോ റെക്കോർഡിങ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിനി ഓരെ കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ, അല്ലേ? അപ്പം നമ്മൾ മുസ്ലിമാന്ന് പറഞ്ഞാൽ പോരാ. വാട്ട് ഈസ് ഇസ്ലാം? അത് നമ്മൾ പഠിക്കണം. അതിൻ്റെ വിശ്വാസം എന്താണ്, കർമ്മം എന്താണ്, ആചാരം എന്താണ്, പഠിക്കാൻ തയ്യാറാവുക. പഠിക്കുമ്പോഴാണ് മാറ്റമുണ്ടാവുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ എവിടെയാണോ നമുക്ക് മാറ്റം ആവശ്യം അവിടെ ഒട്ടും മടിക്കാതെ നമ്മൾ മാറുക എന്നുള്ളതാണ്. നാലാമത്തത് ലക്ഷ്യബോധത്തോടെ ചിട്ടയായ കർമ്മ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോവുക. സ്വർഗം കിട്ടണേ നിസ്കരിച്ചണം. കൂളിങ്ങൾ ആഴ്ചക്കൊന്ന് ചെയ്താലും അത്ര കുഴപ്പമുണ്ടാവില്ല. പക്ഷേ നിസ്കരിച്ചൽ നിർബന്ധമാണ്. ദിക്റും ദുആയും പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യൽ നിർബന്ധമാണ്. അപ്പോൾ ലക്ഷ്യബോധത്തോടു കൂടെ നിങ്ങൾ ചിട്ടപ്പെടുത്തുക ജീവിതം എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ നാട്ടിലും നമ്മുടെ ക്യാമ്പസിലൊക്കെ പോയിട്ട് നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയാം, ഞാനൊരു ടീം സ്പേസ് പങ്കെടുത്തിരുന്നു, ഒരുപാട് കാര്യങ്ങൾ കേട്ടു, മാറാനൊക്കെ തീരുമാനിച്ചെങ്കിൽ പറഞ്ഞാൽ മതി, വെറുതെ തള്ളി മറിച്ചിട്ട് പിന്നെ ബുദ്ധിമുട്ടാക്കണ്ട. ഓക്കെ? തീരുമാനിച്ചത് നമ്മൾ മറ്റുള്ളവരോട് പറയുക, നമ്മൾക്ക് മനസ്സിലായ സത്യം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഫ്രണ്ട്സാണ്. നമ്മുടെ നന്മ പ്രോത്സാഹിപ്പിക്കുന്ന, നമ്മുടെ തിന്മയെ തിരുത്തി തരുന്ന ആളുകളാണ് റിയൽ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാത്തിനും കൈയടിച്ചിട്ട് സൂപ്പറായിക്കനടി എന്ന് പറയുന്ന ആള് ഫ്രണ്ട്സ് അല്ല. മനസ്സിലായില്ലേ? അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നല്ല ഫ്രണ്ട്സിൻ്റെ കൂടെ മുന്നോട്ട് പോവുക. പിന്നെ മാറ്റങ്ങളുടെ തീരുമാനം ഉറക്കെ പ്രഖ്യാപിക്കുക. ഞാൻ ഇങ്ങനെ മാറാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രഖ്യാപിക്കുക. ജീവിതത്തിൻ്റെ അർത്ഥവും സമയത്തിൻ്റെ വിലയും സ്വർഗത്തിലെ അനുഗ്രഹങ്ങളൊക്കെ ഓർക്കുക. ഇതൊക്കെ എന്ത് നമ്മളെ ഇടയിലുള്ള ബോയ്സ് എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ മനുഷ്യനാണ്. കുളിച്ചിട്ടില്ലേ വിയർപ്പണക്കും, പല്ലേച്ചില്ലെങ്കിൽ ആകെ സീനാവും, ഡ്രസ്സ് മാറ്റിയില്ലെങ്കിൽ ആകെ പ്രശ്നമാവും, അല്ലേ? പിന്നെ ഓൾവേസ്, അല്ലേ? ഒരുപാട് പ്രശ്നമുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ബലഹീനതകളുള്ള ആളുകളാണ് നമ്മുടെ കൂടെയുള്ളത്. എന്നാൽ സ്വർഗം എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല. സ്വർഗമൊക്കെ വേറെ ലെവലാണ് ഗൈസ്, വേറെ ലെവലാണ്. അപ്പോൾ ആ സ്വർഗം നമ്മൾ നഷ്ടപ്പെടുത്താതെ നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ശീലങ്ങളാണ് നമ്മളെ കേടാക്കുന്നത്. ശീലം എന്നും രാവിലെ ഉറങ്ങണോ എന്നും ഉറങ്ങും, എന്നാൽ ആ ടൈം വേറെ എന്തെങ്കിലും ഉപയോഗപ്പെടുത്തിയാൽ ഒന്ന് എക്സസൈസ് ചെയ്യാൻ നോക്കിയാൽ ബോഡിക്കൊന്ന് ഫിറ്റാവും, ഒന്ന് ഗ്ലാമറാവും, ഒന്ന് ബ്യൂട്ടി ആവും, അല്ലേ? കുറേ പുട്ടിട്ടടിച്ച് നടന്ന കാര്യമൊന്നുമില്ല. ഇപ്പോൾ പറഞ്ഞ കിഡ്നിയൊക്കെ ഫെയിലറാകണ്ട അത്രേ. പുട്ടിയടിച്ചിട്ടേ ലിപ്സ്റ്റിക്ക് 8ഉം 10ഉം കളറൊക്കെ ഉണ്ടത്രേ. ഇന്നലെ നീല, ഇന്ന് ചുവപ്പ്, മറ്റന്നാൾ റോസ്. ശരിക്കും ഇപ്പോൾ ചുണ്ടിൻ്റെ കളറൊക്കെ അറിയണമെങ്കിൽ മരിച്ചു കിടക്കേണ്ടി വരും. കാരണം നന്നായിട്ട് മയ്യത്തൊക്കെ കുളിപ്പിച്ച് വരച്ച് കേകി എന്നിട്ടാണല്ലോ കടത്തുക. അപ്പോൾ എന്താണ് ശരിക്കും റിയൽ ഇയാളുടെ ചുണ്ടിൻ്റെ കളർ എന്നുള്ളത് മരിച്ചെടുക്കുമ്പോൾ കാണാം ഇൻഷാ അല്ലാഹ്. പക്ഷെ ചില ആൾക്കാരെ കാണിച്ചു തരൂല, കാണുന്ന ആൾക്കാരത് കാണാം, അല്ലേ?
അപ്പോൾ അതിലൊന്നും കാര്യമില്ല. എന്തിനാ വെറുതെ ഇങ്ങനെ ഇല്ലാത്ത ഗ്ലാമറൊക്കെ കാണിച്ചിങ്ങനെ നടക്കേണ്ട ആവശ്യമുണ്ടോ? ഗ്ലാമർ APJ അബ്ദുൽ കലാം ഭയങ്കര ഗ്ലാമറല്ലേ? ദാറ്റ്സ് വൈ വി ആർ ലവിങ് അല്ലേ? ആണോ? സ്കില്ല് കൊണ്ടാണ്, കഴിവ് കൊണ്ടാണ്, വിദ്യാഭ്യാസം കൊണ്ടാണ്. നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഹിസ്റ്ററി ഉണ്ടാക്കാൻ നോക്കുക, അല്ലാതെ കുറേ ചുണ്ടോപ്പിച്ചാണ്ട് ഇളിച്ചാട്ടിട്ട് കാര്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? അതാണ് നമ്മുടെ ഈ ഒരു നമ്മുടെ മോശപ്പെട്ട ശീലങ്ങളൊക്കെ ഒഴിവാക്കുക. നമുക്ക് പടച്ചോൻ തന്നൊരു ഫൗണ്ടേഷൻ ഉണ്ട്, അത് ഇട്ടാൽ മതി മുഖത്ത്. നമ്മുടെ ഉമ്മൻ്റെ ഗർഭത്തിൽ നിന്ന് പുറത്ത് വന്നപ്പോഴുള്ളൊരു ഫൗണ്ടേഷൻ ഉണ്ട് മുഖത്തിന് അല്ലേ? ഞാൻ ഭയങ്കര ഗ്ലാമറല്ലേ? നാച്ചുറലാണ്. ഇതൊക്കെ കട്ട് ചെയ്യണം കേട്ടോ. ഈ സമയത്തിൻ്റെ കയറ്റിക്കൊണ്ടുള്ള ആമർശമാണ് ഞാൻ തീർക്കുന്നത്. അപ്പോൾ നമ്മൾ നാച്ചുറൽ ബ്യൂട്ടി അത് നമ്മൾ എന്ത് ചെയ്യുക? കൊണ്ടെടുക്കുക. വെറുതെ ഉണ്ടാക്കി ഗ്ലാമർ ആട്ടിയിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ആൾക്കാരുടെ ലൈക്കൊക്കെ കുറച്ച് ദിവസമൊക്കെ കിട്ടും, അത് കഴിഞ്ഞാൽ അതും ഉണ്ടാവില്ല. ആദ്യമൊക്കെ കിട്ടുള്ളൂ, പിന്നെ കിട്ടൂല. ഓക്കെ, അപ്പോൾ ആൾക്കാരുടെ ലൈക്കിനനുസരിച്ചൊന്നും ജീവിക്കരുത്. നിങ്ങളിപ്പോൾ പറയും മൂപ്പരെ പ്രസംഗം ഉഷാറായി അറിയുമ്പോൾ ഞാൻ പൊങ്ങുക, 5 വയസ്സൊക്കെ അറിയുമ്പോൾ ഞാൻ താകുക, അതിനൊന്നും സൗകര്യമല്ല. ഞാൻ ഇഞ്ഞും പ്രസംഗിച്ചു, നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി. ഐ ആം നോട്ട് ദി സ്ലേവ് ഓഫ് യു പീപ്പിൾ. ഞാൻ നിങ്ങളുടെ അടിമയല്ല. ദാറ്റ്സ് വൈ നമ്മൾ മറ്റുള്ളവരുടെ അടിമയാകേണ്ട ആവശ്യമില്ല. നമ്മൾ അള്ളാൻ്റെ അടിമയാവുക. മറ്റുള്ളവർ എന്തോ വിചാരിച്ചോട്ടെ, ഗ്ലാമർ ഉണ്ടെന്നോ ഗ്ലാമർ ഇല്ലാന്നോ എന്താ ചെയ്യുക. നമ്മൾ നാച്ചുറലായിട്ട് ജീവിക്കുക, നമ്മൾ നിഷ്കളങ്കമായിട്ട് ഇടപെടുക, നമ്മൾ ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോവുക. ലക്ഷ്യമുള്ളവനെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അല്ലേ? ഈ റോട്ടിൽ ഇറങ്ങിയിട്ട് ഒരാൾ ചോദിക്കുക എങ്ങനെയാ പോയി, നമ്മളെന്താ ചോദിക്കുക? എങ്ങോട്ടാ പോകേണ്ടി വയ്ക്കൂലേ? എങ്ങോട്ടും പോകാറിനാലോ ജഡ് വിട്ടോ അറിയും അല്ലേ? എങ്ങോട്ടച്ച വിട്ടോ അറിയും. അത്രയുള്ള ഇതിൽ ലക്ഷ്യമുള്ളവനാണ് നമ്മൾ റൂട്ട് കാണിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ലക്ഷ്യമുണ്ടോ? വി വിൽ ഗൈഡ് യു ഇൻഷാ അല്ലാഹ്. നമ്മുടെ ഈ കൂട്ടായ്മ അതിന് റെഡിയാണ്. അപ്പം നിങ്ങൾ ആ ഒരു ബോധത്തോടു കൂടെ നമ്മുടെ ശീലങ്ങളൊക്കെ നന്നാക്കിയെടുത്ത് നല്ലൊരു മാറ്റത്തിന് തയ്യാറാവുക. വെറും ഇങ്ങോട്ട് കിട്ടാനുള്ള കൈക്കോട്ടായിരുന്നു. കൈക്കോട്ടെന്ന കൊത്തും ഇങ്ങോട്ട് മാന്തും. അങ്ങോട്ട് കൊടുക്കൂലല്ലോ ഈ കൈക്കോട്ട്, കൊടുക്കോ? അപ്പോൾ വെറും ഇങ്ങോട്ട് മാന്തിനെ മാത്രം. എന്താ ഞങ്ങൾക്ക് അതിന് അവകാശമില്ലേ? ഞങ്ങളുടെ റൈറ്റ് അല്ലേ? ഞങ്ങളുടെ അല്ലേ ജെൻഡർ ജസ്റ്റിസ് വേണ്ടേ? ഒക്കെ വേണം. പക്ഷെ അങ്ങോട്ടും കൊടുക്കണം കുറേ. മനസ്സിലല്ലേ? ബാപ്പൻ കെട്ടിപ്പടുത്തുണ്ടാക്കിയ പരി കുത്തിരുന്നാണ്ട് എന്താ എനിക്കതിന് സ്വാതന്ത്ര്യമില്ലേ എന്ന് ചോദിക്കുമ്പോൾ ജസ്റ്റിസ് മനസ്സിലായത് ബാപ്പ ഉണ്ടാക്കിയ പെരയാണ്. അടുക്കളയിലെ ഫുഡ് ബാപ്പ കൊണ്ടുവന്നാണ്. പാവ ഉമ്മ കയ്യുമലൊക്കെ കത്തിൻ്റെ വരയിക്കാണ്ട് പാചകം ചെയ്ത ഫുഡാണ്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം റൈറ്റ് പറയാൻ. അപ്പോൾ നമ്മൾ വെറും അവകാശങ്ങൾ മാത്രമല്ല, ചുമതലകളെ കുറിച്ചുള്ള ബോധം കൂടെ നമുക്ക് വേണം. പഠിച്ചവനോടുള്ള, പാരൻസിനോടുള്ള, നമ്മുടെ ടീച്ചേഴ്സിനോടുള്ള. ടീച്ചേഴ്സിനൊക്കെ ഇരട്ടപ്പേര് വിളിച്ചിട്ട് ആളാകണ ചില ഡാഷുകളുണ്ട്. മനസ്സിലായേ? എന്നാലേ ഞാനിപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ പടപടപടപടാറ് സംസാരിക്കുന്നുണ്ടെങ്കിലേ ഈ അക്ഷരം പഠിപ്പിച്ചെന്ന് എൻ്റെ ടീച്ചേഴ്സാണ്. അറിയോ? LKG ബെഞ്ചിൽ ഇജ്ജ് മൂക്കൊലിപ്പിച്ചിരിക്കുമ്പോഴേ എൻ്റെ കുഞ്ഞിക്കൈ പിടിച്ചിട്ട് പെൻസിലും അക്ഷരം എഴുതി പഠിപ്പിച്ചത് ആ അധ്യാപകരാണ്. ഇജ്ജ് അധ്യാപകർ മുമ്പിൽ ആളാവാൻ ആരുമല്ല. കൂട്ടുണ്ടെങ്കിൽ, ഹരിക്കുണ്ടെങ്കിൽ, ഗുണിക്കുണ്ടെങ്കിൽ, എന്തെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ, സ്റ്റാറായി ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ, ഫുൾ A+ വാങ്ങിയിട്ട് ലീഗിൻ്റെ അടുത്തുനിന്നും കോൺഗ്രസിൻ്റെ അടുത്തുനിന്നും എല്ലാ സംഘടനയിൽ നിന്നും അവാർഡ് വാങ്ങുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ എഫേർട്ട് ഓഫ് യുവർ ടീച്ചർ. അത് മറക്കണ്ട. അതുകൊണ്ട് എല്ലാവരോടും എവിടെ ഉണ്ട് ഇതല്ലേ? അപ്പോൾ എല്ലാവരോടും വളരെ മാന്യമായിട്ട് പെരുമാറാനും നമ്മുടെ അവകാശങ്ങൾ ബോധമുള്ളതുപോലെ ചുമതലകൾ ബോധ്യപ്പെട്ട് മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാവുക. ചെറിയ മാറ്റം, മനസ്സിലായോ? സ്മോൾ ചേഞ്ചസ് അത് വലിയ മാറ്റങ്ങളിലേക്ക് നയിക്കും. ചെറിയ മാറ്റം വലിയ മാറ്റങ്ങളിലേക്ക് നയിക്കും എന്നുള്ളതാണ്. അപ്പം നമ്മുടെ നിസ്കാരം, നമ്മുടെ നോമ്പ്, മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് ഇവിടെ പറഞ്ഞൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വേണം. ഒരുപാട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം നിങ്ങളെ ഈ അറ്റൻഷൻ കാണുമ്പോൾ ഭയങ്കര പൂതിയാകുക പിന്നെയും പറയാൻ. പക്ഷെ സമയമില്ല എന്നാണ്. ടൈം ഓവർ, 2 സ്ലിപ്പാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പഠിക്കാം. കേട്ടോ, എൻ്റെ പ്രസംഗം കേൾക്കാൻ പറ്റാത്ത നിരാശ വേണ്ട. യൂട്യൂബിൽ മുനവർ സലായി എന്ന് അടിച്ചു കൊടുത്താൽ എന്നെ കാണും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഇതുപോലെ പരലോകത്തും ചിരിക്കാൻ, അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ തൗഫീക്ക് നൽകട്ടെ. ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ടിട്ടോ 2 പ്രോഗ്രാം കൊണ്ടെടുക്കാൻ. ആ ചില്ലറ പണിയല്ല. അപ്പം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. നിങ്ങളെ ലൈഫിൽ ചേഞ്ചാണ് അവർ ആഗ്രഹിക്കണം. ആ ചേഞ്ച് വരുത്തണം. ഒരുപാട് ഇങ്ങോട്ട് കയറുമ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു അഫെയർ ലോലുണ്ട്. ഉണ്ടാവും, നാച്ചുറലാണ്. തെറ്റാന്ന് അറിയുമ്പോൾ തിരുത്തുക, അത്രേ ഉള്ളൂ. വീണാൽ എണീക്കുക, അല്ലാതെ അവിടെ തന്നെ കിടക്കരുത്. അയ്യോ വീണ് പോയി, ഇനി ഞാൻ എണീക്കില്ലേ എന്ന് പറയരുത്. വീകല് സ്വാഭാവികമാണ്. പക്ഷെ വീണാൽ അവിടെ നിന്ന് എണീക്കുക, തെറ്റ് ബോധ്യപ്പെട്ട് അവിടെ നിന്ന് എണീക്കുക, രക്ഷപ്പെടാനുള്ള മാർഗം നോക്കുക. ഒറ്റയ്ക്ക് കഴിയൂല തോന്നുന്നുണ്ടെങ്കിൽ
ഇഷ്ടം പോലെ കൗൺസിലേഴ്സ് ഉണ്ട്, നമുക്ക് അവരോട് സമീപിക്കുക, അവർ നമ്മളെ രക്ഷപ്പെടുത്തും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ നാട്ടിൽ പോയിട്ട് നിങ്ങൾ നന്മയുടെ ഭാഗമാകണം. നിങ്ങളുടെ സ്കൂളിൽ പോയിട്ട് നിങ്ങൾ കുട്ടികളോട്, നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറയണം. നിങ്ങളുടെ നിസ്കാരത്തിനും മറ്റു കാര്യത്തിനൊക്കെ ഒരു ഓർഡർ ഉണ്ടാക്കണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ തൗഫീക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ബാറക്കല്ലാഹു ഫീക്കും.